പ്രിയപ്പെട്ട ഹാജിമാരെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ത്വായിഫിലുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്തബ, അതായത് ലൈബ്രറിയുടെയും അദ്ദേഹം അന്തിയുറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മക്ബറയുടെയും അദ്ദേഹത്തിൻ്റെ പള്ളിയുടെയും അടുത്താണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിൻ്റെ നിറകുടമായിരുന്നു, സ്വഹാബി വര്യനുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ, അതായത് അബ്ബാസുബിനു അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രനായിരുന്നു അബ്ദുല്ലാഹിബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വിജ്ഞാനത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. നമ്മെ അതിശയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രം, ജനങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഹിജറയുടെ 3 വർഷം മുമ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ബാലനായിരുന്നു അദ്ദേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹുവേ ദീനിൽ ഈ ബാലന് നീ അറിവ് നൽകണമേ. എല്ലാ വിജ്ഞാനവും ഒത്തുചേർന്ന അത്ഭുതമായിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രഭാതത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ജനങ്ങൾ തിങ്ങിക്കൂടും. വുളൂ ചെയ്ത് അദ്ദേഹം അവരിലേക്കെത്തും. ആദ്യം ഖുർആൻ പഠിക്കാൻ വന്നവരുടെ ഊഴമാണ്. അവരെ അദ്ദേഹം വിളിക്കും. പഠിതാക്കളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് നിറയും. പിന്നീട് ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിലുള്ള പഠനം, അത് കഴിഞ്ഞാൽ ഫിഖ്ഹ്, അതായത് കർമ്മശാസ്ത്രം, പിന്നീട് അനന്തരാവകാശം, പിന്നീട് അറബി ഭാഷാ പഠനം, ഭാഷയിലെ അപരിചിതമായ പ്രയോഗങ്ങളെക്കുറിച്ചും കവിതകളെക്കുറിച്ചുമെല്ലാം അതിൽ ചർച്ച ചെയ്യും. രാത്രി വരെ അല്ലെങ്കിൽ സന്ധ്യ വരെ അദ്ദേഹത്തിൻ്റെ അധ്യാപനം നീണ്ടു നിൽക്കും. പഠിതാക്കൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ എല്ലാവർക്കും അറിവ് പകർന്നു നൽകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽ ആളുകൾക്ക് അവഗാഹം നൽകുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരിക്കും അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മക്തബയുണ്ട് ഇവിടെ. ഈ മക്തബക്കുള്ളിൽ 400ഓളം വർഷം പഴക്കമുള്ള കല്ലുകളുണ്ട്, അതിപുരാതനമായ കല്ലുകൾ. ആ കല്ലുകളിൽ ഖുർആനും ഹദീസുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കല്ലുകളും ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഈ വലിയ നീളത്തിലുള്ള ഈ മതിലിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ഇവിടുത്തെ മുത്തവ്വമാർ അവിടെ തടവുകയോ അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയോ മണ്ണെടുക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശാലമായ പള്ളിയും ഇവിടെ ഉണ്ട്.